നിങ്ങളുടെ ഉദ്ദേശം ശരിയായിരുന്നില്ല. നിങ്ങൾ വിശാൽ സാറിനെ പറ്റിക്കാനാണ് ശ്രമിച്ചത്. സാർ അത് തിരിച്ചറിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം. ഞാൻ കൂടെയുള്ളപ്പോ സാറിനെ ആർക്കും പറ്റിക്കാനാവില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. അത് പ്രഭാവതി അമ്മയായാലും എന്റെ ആ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. നീ എന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറയുന്നോടി. നിന്നെ ഞാൻ എന്താ എന്തു പറ്റി? അതെ വിശാൽ സാറേ, അമ്മയ്ക്ക് കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനൊന്ന് തിരുമ്മി കൊടുക്കുമായിരുന്നു. അല്ലേ അമ്മേ? ആ അതെ അതെ. 2 ദിവസമായിട്ടേ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് പാർവതിയെ കൊണ്ട് തടവിപ്പിക്കായിരുന്നു ഞാൻ. ഇപ്പോ എങ്ങനെയുണ്ട് അമ്മേ? ആ നല്ല കുറവുണ്ട്. ഒരാശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ അടി കൂടുകയാണെന്ന്. അയ്യോ, സാർ എന്തിനാ അങ്ങനെ കരുതിയത്? പ്രഭാവതി അമ്മ എന്നെ സ്വന്തം മോളെ പോലെയല്ലേ കരുതുന്നേ? അപ്പൊ പിന്നെ അമ്മയും മോളും തമ്മിൽ അടി കൂടുവോ? കണ്ടോ കണ്ടോ, ഇവള് പറഞ്ഞത് കേട്ടോ? ഇവളെനിക്ക് മോളെ പോലെയാ. ഇവള് ഞാൻ തല്ലുവോ? നീ ഞങ്ങളെ കുറിച്ച് വേണ്ടാത്ത ഒന്നും വിചാരിക്കണ്ട കേട്ടോ വിശാലേ. സോറി, ഞാൻ ഒരു തമാശക്ക് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. പാർവതി, നീ അമ്മയുടെ കയ്യ് ശരിക്ക് തിരുമ്മി കൊടുത്തേ. എന്താടി, എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം ഒന്നേ ഉള്ളൂ. ഈ കുടുംബത്തിന്റെയും വിശാൽ സാറിന്റെയും സംരക്ഷണം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഈ കുടുംബത്തിന്റെ മരുമകളായിട്ട് വന്നിരിക്കുന്നതും. അതാണ് ഉദയന്നൂരമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം, എന്റെ കർത്തവ്യം. ഇനിയൊരു ചതിയോ രക്തച്ചൊരിച്ചിലോ ഈ വീട്ടിലുണ്ടാവില്ല. അതിനാരെങ്കിലും മുതിർന്ന അവരനുഭവിക്കും. അവരെ അനുഭവിപ്പിക്കും ഞാൻ.